ഗായ്സ്, അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. നമ്മൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബാഡിയാണ്. ബാഡിയല്ല, നമ്മൾ സോഫ്റ്റ് ഗേൾ. ദിസ് ഈസ് മൈ OOTD. ബൈ. ഇതാണ് മേഘ സുന്ദരിയാണ് ഗായ്സ്. അടുത്തതായി നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. രണ്ടാമത്തെ അബിൽമോനാണ് നമ്മൾ പോകുന്നത്. കുറെ നാളായി ഈ മടിച്ച് വ്ളോഗ് ഇട്ടിട്ട്. നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക എന്തുകൊണ്ടാണ് വ്ളോഗ് വരാത്തെന്ന് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. സോ ക്യൂട്ട്, ക്യൂട്ടി പൈ. ഒരു ആവറേജ് ഇന്ത്യൻ സ്റ്റുഡന്റിന്റെ അവസ്ഥയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. മടിയിലൊക്കെയാണ് ബസ്സിൽ പോണത് ഗൈസ്. അങ്ങനെ നമ്മൾ കോളേജിന്റെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മലയും കുന്നും മുള്ളും മലയും നമ്മൾ അങ്ങനെ തന്നെ പറയും ഗൈസ്. അങ്ങനെ തന്നെ ഉള്ളതുണ്ട്. ഉണ്ട്, പാടാ വന്ന് നോക്കടാ. അതെ അതെ, പൈസ ഉള്ളവർ കാറിലൊക്കെ പോകുന്നുണ്ട്. നമുക്ക് പൈസ ഉണ്ട്, പക്ഷെ നമ്മുടെ കാറിന്റെ ടയറിൽ ഇച്ചിരി കാറ്റ് കുറവാ. അതാ ഞങ്ങള് ഫുള്ളി 4 ടയറുള്ള ബസ്സിലാണ്. അതെ. Wow, this cutie. മേഘാസ് OOTD ബ്ലോക്കാണിത്. അഴുക്ക് പിടിച്ച ഇപ്പൊ ചാച്ച ഗൈസ്. ഇവര് BCom, ഞാൻ BA ഇംഗ്ലീഷില്. ഇതാണ് ഗൈസ് ശ്രേയാസ്. ഹായ് ഗൈസ്. ശ്രേയാസ് ഔട്ട്ഫിറ്റ്സ് കാണിച്ചെടുക്ക. ഔട്ട്ഫിറ്റ് ചെക്ക്. ഇതാണ് ഗൈസ് NSS യാസിൻ. ഇവന് ഭയങ്കര ഫാൻ ബേസ് ആണ്. അല്ല സോറി, NCC. പൂക്കി ഡെനി. ഹായ് ഗൈസ്. അപ്പം നമ്മൾ ട്രഷർ ഹണ്ട് നടത്തുവാണ്. അപ്പോൾ നമ്മൾ സാറിനെ വിളിക്കാൻ വന്നാണ്. സാർ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുവാണ്. അതാണ് സാർ. ഹായ് ഗൈസ്, ഇതാണ് എൽദോസ്. അപ്പോൾ ഇവനാണ് നമുക്കിന്ന് ചോറ് വാങ്ങി തന്നത്. അല്ല, ഞാനാണ് ചോറ് വാങ്ങിയത് കേട്ടോ, ചുമ്മാ പറഞ്ഞ. അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോവാണ്. ഒരിടത്ത് മേക്കപ്പ്, ഒരിടത്ത് ഫോൺ, ഒരിടത്തെന്താ ഒന്നുമില്ല, ഒരിടത്ത് നിരാശ, ഒരിടത്ത് സമ്മതിക്കാന്ന്. അപ്പം നമ്മളിന്ന് ഇതും ലിപ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. എല്ലാരും കാണിക്കും. ഇനി ഇവിടെ എടുത്താ മതി കേട്ടോ, എന്നെ എടുക്കണ്ട. വേണ്ട ഇടി, എന്തോരം എടുത്തൂത്ത്. അഞ്ജന വിജയനെ കാണാൻ ഇപ്പൊ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ലിപ് ലൈൻ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? കമന്റ് ഡൗൺ ബിലോ. നമ്മൾ എൻകറേജ് ചെയ്യും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് നാച്ചുറൽ ബ്യൂട്ടി ആണ് വേണമെങ്കിൽ, പക്ഷേ നമ്മളിപ്പോ മേക്കപ്പ് ഒക്കെ ചെയ്താ എടുത്തോ? ഇല്ല, ഒരു തുള്ളി എടുത്തു. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് ഗൈസ്? അഞ്ജന ബിച്ചിന്റെ അയ്യോ, എന്റെ ഇത് ഐഡി കാർഡ് കറുത്ത അനുജസ് കറുത്ത. എന്റെ ഫോട്ടോ കൊള്ളില്ല. നമ്മുടെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ് ഗൈസ്, പക്ഷെ ചെരിപ്പിലോട്ട് വന്നു കഴിയുമ്പോ എല്ലാവരും ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇനി ഒരു അവറും കൂടിയേ ബാക്കിയുള്ളൂ.
അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോവും. ഇവിടെ കണ്ടോ ഫോട്ടോ സെഷൻ എടുക്കാനുള്ള മേക്കപ്പ് ഇടലാണ് ഗൈസ്. ലക്ഷ്മി, നമ്മുടെ ക്ലാസ്സിൽ OCD ഉള്ളൊരു കൊച്ചുണ്ട്. എന്താണ് OCD ഉള്ള കൊച്ച്? ഞാൻ വേണ്ടി മാത്രം നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരു കൊച്ചാണിത്. എപ്പോഴും ഉറക്കമാണ്. ഇടുക്കിയിലെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോ ഈ മിറർ ആരുടെ ലക്ഷ്മി? ഈ ക്യൂട്ട് മിറർ ഇത് ഏത് ക്യൂട്ടിയുടെയാ? അനുജന്റെയാണ്. ഈ ക്യൂട്ടിയുടെയാണത്. ലക്ഷ്മിനെ കാണാണ്ടാവുന്നവര് ഈ അടിയിലുള്ള നമ്പറിലേക്ക് വിളിക്കുക. അതെ, കോതമംഗലം SI. അതാണ് നമ്പർ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് കംപ്ലൈന്റ് പറയുക. അതെ, ആ നമ്പർ വിളിച്ചാൽ തിരിച്ച് കാണിച്ചതാ. വേണേ നമ്പർ കാണിച്ചു കൊടുക്കണോ? ഗൈസ്, എൻ്റെ OTD എങ്ങനെയുണ്ട്? കമന്റ് ഡൗൺ ബിലോ. ഇതൊക്കെ ഒന്ന് വർക്ക് വെക്കട്ടെ. ഹൗസ് മൈ OTD ഗൈസ്? ഇത് എന്താ, ഇത് നമ്മൾ കൊറിയയിൽ ഇമ്പോർട്ട് ചെയ്തതാണ്, മീഷോ. ഇത് നമ്മുടെ മേഘയുടെ ജീൻസാണ്. ഇത് എൻ്റെ ID കാർഡാണ്. ഇത് എൻ്റെ ബോഡിയാണ്. എൻ്റെ മീഷോയിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. നിങ്ങൾ എൻ്റെ മീഷോ ഹോള് കണ്ടിട്ടില്ലെങ്കിൽ ഈ താജ്മഹൽ ഇങ്ങനെ താജ്മഹലിൽ മഞ്ഞപ്പായി ഗൈസ്. താജ്മഹലിൽ ആസിഡ് റെയിൻ ആയതുകൊണ്ടാണ് മഞ്ഞ കളർ. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. നിങ്ങളിത് നോട്ട് ചെയ്യുക. ഗ്ലോബൽ വാർമിംഗ് കാരണം ആസിഡ് റെയിൻ വന്നു. അപ്പോഴാണ് നമ്മുടെ താജ്മഹലിന്റെ കളർ മഞ്ഞയായത്. നിങ്ങൾ എൻ്റെ വ്ളോഗ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഫൺ മാത്രമല്ല, കുറെ വിജ്ഞാനം, കുറെ നോളജ് ഒക്കെ കിട്ടും. അപ്പൊ എല്ലാവരും എൻ്റെ വ്ളോഗ് എന്നും കാണുക. ഞാൻ എന്നും വ്ളോഗ്, എല്ലാ ബുധനാഴ്ച ഞാൻ വ്ളോഗ് ഇടും. എൻ്റെ ന്യൂ ഔട്ട്ഫിറ്റ്സ് ആൻഡ് എന്താ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഔട്ട്ഫിറ്റ്സ് ആൻഡ് ഫാഷൻ ആൻഡ് ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് ഞാൻ എന്നും എല്ലാ ബുധനാഴ്ചയും ഞാൻ വ്ളോഗ് ഇടുന്നതാണ്. മൈലബാൻ പോണൊക്കെ എടുത്തോ? മൈലബാൻ ഇന്ന് പോകില്ല, ശനിയാഴ്ച. മൈലബാനിൽ നമ്മൾ ശനിയാഴ്ച പോകും. അതിൻ്റെ വ്ളോഗ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരുടെയും വ്ളോഗ് ഭയങ്കര എസ്തെറ്റിക് ആണ്, പക്ഷെ നമ്മുടെ വ്ളോഗ് ഭയങ്കര ക്ലംസി ആണ്. കാരണം നമ്മൾ ക്ലംസി ആണല്ലേ. നമ്മൾ എത്ര എസ്തെറ്റിക് ആവാൻ നോക്കിയാലും ആവാൻ പറ്റുന്നില്ല. അതെ, അതാണ്. നമ്മൾ കുറേ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പാട്ടും കുറച്ച് പൂവും കായും ഒക്കെ ഇട്ട് നമ്മൾ അസ്തെറ്റിക് ആക്കാൻ നോക്കാം, പക്ഷെ എന്തൊക്കെ ചെയ്താലും ആവില്ല. അതാണ് റിയാലിറ്റി. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഒരു എസ്തെറ്റിക് ക്വീൻ ഉണ്ട്. ആ കൊച്ച് ടോയ്ലറ്റിൽ പോയിക്കോണ്. ബിജുവിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, അഞ്ജന ബിജു എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്. 2 അക്കൗണ്ട് ഉണ്ട്. അവിടെ സ്പാം അക്കൗണ്ടിൽ അവൾ ഫുൾ ഇടുന്ന ഡംപാണ്. അവളുടെ ഡംപ് കണ്ടാൽ നിങ്ങൾക്ക് അവളോട് ലവ് തോന്നും. ആ രീതിയിലുള്ള ഡംപാണ് ഇടുന്നത്. ഞാൻ കളിയാക്കണല്ല, ഞാൻ കണ്ടോ, ഇതാണ് ആ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം. നിങ്ങൾ ആരും റിക്വസ്റ്റ് ഒന്നും അയക്കണ്ട, അവൾ എന്നെ മാത്രം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കണ്ടോ, ഇത് ഞാനിത് ഇതിന്റെ പൊന്നോട് ആഗ്നി. കണ്ടോ ദീസ് സ്മൈൽസ് കണ്ടോ. ഇതാണ് അഞ്ജന ബിജു, പിങ്ക്. ഷീസ് സോ ക്യൂട്ട്, ഷീസ് റപ്പൻസൽ. നല്ല ഹെയർ ആണ് അവൾക്ക്. കണ്ടോ, ബാക്കി സസ്പെൻസ് ആണ് അല്ലേ. നമ്മളെല്ലാം ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു ലൈഫ് പാഠം പറഞ്ഞുതരാം. നമ്മുടെ ലൈഫ് എല്ലാം കാണിച്ചു കൊടുക്കരുത്. കാരണം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അത് ഫ്രോം മൈ ഓൺ എക്സ്പീരിയൻസ് അല്ലേ. ഞാൻ എന്തൊരാളുടെ അടുത്തെന്ന് പറഞ്ഞാലും അത് എനിക്കറിയില്ല, ബാക്കിയുള്ള എല്ലാവർക്കും നടന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത്. ഇവിടെ അന്നാമോൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എഴുതിച്ച് പോണോ, ഇവിടെ ഇരിക്കണോ, ഇനി അറ്റൻഡൻസ് കിട്ടണമെങ്കിൽ ഇവിടെ ഇരിക്കണല്ലോ എന്ന് വിചാരിച്ചു മാത്രം അന്നാമോട് ഇവിടെ ഇരിക്കണതാണ്. ഇടുക്കിക്ക് പോയി മുല്ലപ്പെരിയാർ തുറന്നു വിടണം എന്നൊക്കെയാണ്. ഇടുക്കിയിലുള്ളവരൊക്കെ കമന്റ് ചെയ്യുക. അടുത്തത് എല്ലാരും കൂടി എന്റെ പൊങ്കാല. നെക്സ്റ്റ് ഡേ ട്രോള് വരുമ്പോ ഫുൾ ഞാൻ ഒന്നുകൂടി കാണിച്ചാൽ അവളുടെ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുള്ള മുഖം കണ്ടോ. ഇടുക്കിയുടെ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, ഇടുക്കിയുടെ മിടുക്കി. ഗായ്സ്, അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങളൊരു
എന്താ അടുത്ത ശനിയാഴ്ച നമ്മൾ ഒരു ഫാൻസ് മീറ്റ് വെക്കുന്നുണ്ട്. കോതമംഗലം എന്താ തട്ടേക്കാട് സ്വിറ്റ്സർലൻഡിലാണ്, മിനി സ്വിറ്റ്സർലൻഡിലാണ്. അപ്പൊ എന്നെ കാണാൻ ആഗ്രഹമുള്ളവര് അവിടെ വരിക, വെറുതെ വരരുത്. അതെ, കത്തിയൊന്നും എടുത്തോണ്ട് വരരുത്, എന്നെ കൊല്ലരുത്. നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരിക. ഇവിടെ ലക്ഷ്മി കാണും, ലക്ഷ്മിയുടെ ഫാൻസ് ലക്ഷ്മിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരിക. ഞാൻ സേക്കും കൊണ്ടുവരിക. പിന്നെ പഠിക്കാൻ ദേവനാഥിന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ സ്റ്റേഷനറി കിട്ടുവാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ചോണ്ട് വരിക. ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റേഷനറീസ് ഉണ്ടെങ്കിൽ ദേവനാഥിന് വാങ്ങിച്ചോണ്ട് വരിക. ഇനിയിപ്പോ കവായി സ്റ്റേഷനറീസ് കിട്ടുന്ന ഇൻസ്റ്റാഗ്രാം പേജ് വേണമെങ്കിൽ നിങ്ങൾ റെന എന്ന് പറഞ്ഞ എന്റെ ഫേവറേറ്റ് യൂട്യൂബറുടെ ചാനൽ നോക്കിയാൽ മതി. അതിന്റെ തന്നെ ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞാൽ അതിന് അവർക്കൊരു പ്രൊമോഷനാണ്. ഞാൻ ഫ്രീ പ്രൊമോഷൻ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ദേവനാഥിനൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇടുക്കിയിൽ എന്താ അവൈലബിൾ അല്ലാതെ എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് അന്നമ്മക്കൊന്നും വേണ്ട, ഇല്ലെങ്കിൽ അവൈലബിൾ അല്ലാതെ അന്നമ്മൾ എന്നെ കൊല്ലും. ഇപ്പൊ ബെല്ലടിച്ചു. ഇപ്പോൾ നമ്മള് ഫോൺ എടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇപ്പൊ കാക്ക വാങ്ങിക്കൊണ്ട് പോകും. അതെ, ഫൈൻ കിട്ടും ഗൈസ്. വിത്ത് ഫൈൻ 100 രൂപ, 200 രൂപ ഫൈൻ. അപ്പോൾ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആവുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ എന്താ ഫോൺ എടുത്ത് വ്ളോഗ് ചെയ്യാം. ഇപ്പൊ ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാണെങ്കിൽ ആവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സാഹസം ചെയ്യാം, അല്ലേ? അപ്പൊ ചാച്ചാ നനഞ്ഞ് നമ്മൾ വീട്ടിലെത്താൻ പോവാണ് ഗൈസ്. അപ്പോൾ എത്രയേ ഉള്ളൂ. ബൈ.